ഹായ് ഓൾ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം 3 ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പം നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 സബ്ജക്ട്സും ഒരുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ലാസ്റ്റ് ടൈമിലുള്ള കട്ട് ഓഫ് 26.6 ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് വെച്ചിട്ട് ആ ഒരു എന്താ എയിം വെച്ചിട്ടല്ല നമ്മൾ ഈ വർഷം പ്രിപ്പയർ ചെയ്യേണ്ടത്. അവിടെ ആ സമയത്ത് എക്സാം നടന്ന ടൈമിൽ അധികം കോച്ചിങ് സെന്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പൊ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയുടെ കാര്യങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പൊ ഫോറൻസിക് സയൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇപ്പൊ ബയോകെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ബയോകെമിസ്ട്രിയുടെ നോട്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ ഫോറൻസിക്കും കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കോച്ചിങ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആവുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടില് നല്ല രീതിയിൽ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 3 സബ്ജക്ട്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ടീച്ചർ ബയോകെമിസ്ട്രിയുടെ ടോപ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കെമിസ്ട്രിയിലും ഇതുപോലെ തന്നെ 4 മൊഡ്യൂൾസ് ആണുള്ളത്. 4 മൊഡ്യൂൾസിൽ അത്യാവശ്യം എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിലുള്ള പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് യൂണിറ്റ് 1 സ്ട്രക്ചറൽ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി തിയറീസ് ഓഫ് മെറ്റൽ കോംപ്ലക്സ്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് മെറ്റൽ കോംപ്ലക്സിന്റെ തിയറി, LFT CFT, നമ്മുടെ ലിഗാൻഡ് ഫീൽഡ് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉണ്ട്. പിന്നെ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ മിക്ക പരീക്ഷകൾക്കും BSc പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമുക്ക് സ്പിൻ ഓൺലി കണ്ടീഷൻസ് ഉണ്ട്, സ്പിൻ ഓർബിറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് ഓരോ കണ്ടീഷൻസും കൃത്യമായിട്ടൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടേം സിമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ഒന്നെങ്കിൽ അറ്റോമിക് ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ മോളിക്കുലർ ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ എക്സാമിന് മോളിക്കുലർ ടേം സിമ്പിൾ ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഷുവർ ആയിട്ട് നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ടേം സിമ്പിൾ. ദെൻ സെലക്ഷൻ റൂൾസിനകത്ത് നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂൾ ഉണ്ട്, ലെപ്പോട്ടെ സെലക്ഷൻ റൂൾ ഉണ്ട് പഠിക്കാനായിട്ട്. ദെൻ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അത്രയാണ് നമ്മുടെ ആ ഒരു തിയറീസ് ഓഫ് മെറ്റൽ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടോപ്പിക്സ്. അതിനുശേഷം നമുക്ക് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഐസോലോബൽ അനലോഗി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മിക്ക പരീക്ഷകൾക്കും, നമ്മുടെ ഈ സെറ്റ് നെറ്റ് പോലെയുള്ള പരീക്ഷകൾക്കും അതുപോലെ PSC പരീക്ഷകൾക്കും ഒക്കെ സ്ഥിരമായിട്ടൊരു ചോദ്യം വരുന്ന ഏരിയയാണ് ഐസോലോബൽ അനലോഗി എന്ന് പറയുന്നത്. പിന്നെ മെറ്റൽ കാർബണൈൽസ്, കോംപ്ലക്സ് വിത്ത് ലീനിയ, പൈഡോണോ ലിഗാൻസ്, ഒളിഫീൻസ്, അസിറ്റിലീൻസ്, ഡൈൻസ്, എലൈൽ കോംപ്ലക്സ്. പിന്നെ അതിനുശേഷം ഫ്ലക്ഷനാലിറ്റി, പിന്നെ ഇന്റർ ഹാലജൻസ്, സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, ഫോസ്ഫസീൻസ്, ബോറോൺ കോമ്പൗണ്ട്സ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ എല്ലാ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാണ് വെയ്റ്റ്സ് റൂള്. നിങ്ങൾക്ക് ഇപ്പം ഒട്ടുമിക്ക നമ്മുടെ PG റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസ് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് വെയ്റ്റ്സ് റൂൾ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ 6 നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാം. ക്ലോസോനിഡോ, ഹൈപ്പോ അരക്കനോ, അതിൽ ഏത് ബൊറൈൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. വളരെ ഈസിയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആയിട്ട് മിക്ക പരീക്ഷകൾക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് 1-2 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈറ്റ്സ്, ആക്ടിനൈറ്റ്സ്, ഷിഫ്റ്റ് റീജന്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ലാന്തനൈറ്റ്സ് ചോദ്യം ഉണ്ടായിരുന്നു. ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ടായിരുന്നു. ലാന്തനൈറ്റ്സിന്റെ ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയാണ്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റംസ്, ലാറ്റിസ് ടൈപ്സ്, ബ്രാവിസ് ലാറ്റിസ്, ക്രിസ്റ്റൽ സിമിട്രി, പോയിന്റ് ഗ്രൂപ്പ് ആൻഡ് സ്പേസ് ഗ്രൂപ്പ്സ്, മില്ലർ ഇൻഡിസസ്, റെസിപ്രോക്കൽ ലാറ്റിസ് കൺസെപ്റ്റ്, എക്സ്റേ ഡിഫ്രാക്ഷന്, സ്ട്രക്ചർ ഫാക്ടർ, ഫോറിയർ സിന്തസിസ്. പിന്നെ സ്പൈനൽസ്, ഇൻവേഴ്സ് സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ പല പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സും റൂൾസും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയാസിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വലിയ പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി, ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്, പിന്നെ ഈ കളർ ഓഫ് ഇൻഓർഗാനിക് സോളിഡ്സ് ഒക്കെ ഇപ്പം നടക്കുന്ന PSC ഈ ഒരു 2020 ആ ഒരു സമയം തൊട്ടിട്ടൊക്കെ തുടങ്ങിയ എക്സാംസിന്റെ സിലബസിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്. നമ്മുടെ ഫോറൻസിക് സയന്റിഫിക് ഓഫീസറിന്റെ എക്സാമിനൊക്കെ ഉണ്ടായിരുന്ന സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് കളർ ഇൻ ഇൻഓർഗാനിക് സോളിഡ്സ് ഒക്കെ. പിന്നെ ഫെറോ ഇലക്ട്രിസിറ്റി, പൈറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നടക്കുന്ന മിക്ക പരീക്ഷകൾക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യം
ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, ഫെറോ ഇലക്ട്രിസിറ്റി, പൈറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള PG എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ കൂടുതലും ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്, യൂണിറ്റ് 2, സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇത് നമ്മുടെ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള, പ്യുവർലി ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കുറച്ച് പോർഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആരോമാറ്റിസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം ആരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഹോമോ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ആന്റി ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടീഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ആരോമാറ്റിസിറ്റി ഒക്കെ. ദെൻ മോളിക്കുലാർ കൈറാലിറ്റി, സ്റ്റീരിയോകെമിക്കൽ നോമൻക്ലേച്ചർ, ദെൻ പ്രോസ്റ്റീരിയോ ഐസോമറിസം, എട്രോപ്പ് ഐസോമറിസം, ഇതൊക്കെ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്യുവർലി സ്റ്റീരിയോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ ക്രാംസ് റൂള്, ഫെൽക്കിനാൻ മോഡൽ, പിന്നെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ആൻഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ്. ജസ്റ്റ് ഒറ്റ വരിയിൽ നിന്നെങ്കിലും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ആൻഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ധാരാളം റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ പെരിസൈക്ലിക് റിയാക്ഷൻസ്, നമ്മൾ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നിരിക്കണം പെരിസൈക്ലിക്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഈ ഒരു ഓർഗാനിക്കിനൊന്നും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളെ തീരെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ചോദിച്ചെങ്കിലും വളരെ ഈസി ആയിട്ട് ബേസ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഓർഗാനിക് കെമിസ്ട്രി പോർഷൻസിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് ഫോട്ടോ കെമിസ്ട്രി. അതിൽ പ്രൈമറി ഫോട്ടോ പ്രോസസ്, ആരോമാറ്റിക് ഫോട്ടോ റീഅറേഞ്ച്മെന്റ്സ്, കെമി ബയോ ലൂമിനിസെന്റ് റിയാക്ഷൻസ്. പിന്നെ വരുന്നത് സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ആണ്, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ കോമ്പൗണ്ട്സ് തന്നിട്ട് അതിന്റെ കപ്ലിംഗ് കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ തന്നിട്ട് സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ചോദ്യം. നേരത്തെ നമ്മുടെ നെറ്റ് പോലെയുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ആയിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കുന്ന പല PG റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസിനും ഈ പറയുന്ന സ്ട്രക്ചറൽ ഇലൂസിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. H1 NMR, C13 NMR ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. ദെൻ UV വിസിബിൾ സ്പെക്ട്ര ഓഫ് ഈൻസ്, ഈനോൺസ്, അറീൻസ്, കോൺജുഗേറ്റഡ് സിസ്റ്റം. പിന്നെ വുഡ്വാർഡ് ഫിഷർ റൂൾ ഇമ്പോർട്ടന്റ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി, നമ്മുടെ ഓർഗാനിക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് മാസ് സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി. അതിൽ വുഡ്വാർഡ് ഫിഷർ റൂൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നടക്കുന്ന പല പരീക്ഷകൾക്കും ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഓർഗാനിക്കിന്റെ പോർഷൻസ് ആണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്. പക്ഷെ അധികം ചോദ്യം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഏതൊരു ലെവലിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്താൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് തിയോറിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് കൈനറ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ തിയോറിറ്റിക്കൽ കെമിസ്ട്രിയുടെ കുറെ പോർഷൻസ്, ക്വാണ്ടം മെക്കാനിക്സ്, കെമിക്കൽ കൈനറ്റിക്സ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പോർഷൻസ് നമ്മുടെ വേവ് ഫംഗ്ഷൻസ്, കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂട്ടേറ്റേഴ്സ്, അതുപോലെ ഏഗൻ ഫംഗ്ഷൻ, ഏഗൻ വാല്യൂസ്, ടണലിംഗ്, 0 പോയിന്റ് എനർജി, റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഇത്രയും നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് അല്ല. ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ബേസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഇക്വേഷൻ, ബോസ്-ഐൻസ്റ്റീൻ, അതുപോലെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതൊക്കെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ സിമിട്രി എലമെന്റ്സ് ആൻഡ് സിമിട്രി ഓപ്പറേഷൻസ്, പോയിന്റ് ഗ്രൂപ്പ്, ആപ്ലിക്കേഷൻസ് ഓഫ് ക്യാരക്ടർ ടേബിൾ. പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് 3 ഡയമെൻഷനലി ഒക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് പഠിക്കേണ്ട ആയതുകൊണ്ട് മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് പോയിന്റ് ഗ്രൂപ്പ്. പക്ഷെ കഴിഞ്ഞ തവണ നമുക്ക് 2 ചോദ്യം എന്തോ പോയിന്റ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആന്ത്രസീന്റെ ഓർ നാഫ്തലിൻ, ഇതിൽ ഏതോ ഒന്നിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും അതുപോലെ ഈ സിമിട്രി എലമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പൊ 2 ചോദ്യം നമുക്ക് ഈ പറയുന്ന ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വരുന്നത് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ഇലക്ട്രോണിക് അല്ലെങ്കിൽ UV സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, NMR ഉണ്ട്, ESR ഉണ്ട്, മോസ്ബാർ ഉണ്ട്. എല്ലാ കാറ്റഗറി ഓഫ് സ്പെക്ട്രോസ്കോപ്പിയും പഠിക്കാനുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിലുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്.
4 സ്പീഷീസ് തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റൊട്ടേഷണൽ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ എന്നായിരുന്നു ചോദ്യം. അപ്പൊ എല്ലാവർക്കും അറിയാം പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളവരാണ് റൊട്ടേഷണലി ആക്റ്റീവ്. അപ്പൊ ചോദിച്ചത് റൊട്ടേഷണലി ആക്റ്റീവ് അല്ലാത്തത് ആരെന്നായിരുന്നു. അപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി ജസ്റ്റ് PG പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളവർക്ക് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു 70-80% എഫേർട്ട് ഇട്ട് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലാസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ്. അതിനകത്ത് മീൻ ഫ്രീ പാത്ത്, കൊളിഷൻ ഡയമീറ്റർ, കൊളിഷൻ തിയറി, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി. അതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീൻ ഫ്രീ പാത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതും ഡയറക്റ്റ് ചോദ്യമായിരുന്നു. പിന്നെ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർഡർ, മോളിക്കുലാരിറ്റി ഡിറ്റർമിനേഷൻ, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, കൈനറ്റിക്സ് ഓഫ് ഫാസ്റ്റ് റിയാക്ഷൻസ്, റിലാക്സേഷൻ സ്പെക്ട്രോസ്കോപ്പി, ഫ്ലാഷ് ഫോട്ടോളിസിസ്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലാഷ് ഫോട്ടോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നമ്മുടെ ഫാസ്റ്റ് റിയാക്ഷൻസ്, റിലാക്സേഷൻ മെത്തേഡ്സ്, ഫ്ലാഷ് ഫോട്ടോളിസിസ്, ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സ്ഥിരം എല്ലാ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് അധികം കണ്ടുവരാറുണ്ട്. നമ്മുടെ ഫോറൻസിക് എക്സാംസിനും ഒക്കെ ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു കെമിക്കൽ എക്സാമിനേഴ്സിന്റെ എക്സാമിലും ലാസ്റ്റ് ടൈമിൽ ഫ്ലാഷ് ഫോട്ടോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ കെറ്റാലിസിസിൽ ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ് കെറ്റാലിസിസ്, നമ്മുടെ മിഖേൽ മെന്റൻ മെക്കാനിസം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ നാലാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഇൻസ്ട്രുമെന്റേഷൻ ആണ്. നമുക്ക് കുറെ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ പ്രിൻസിപ്പിൾസും പ്രൊസീജിയറും ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ ജീഗർ കൗണ്ടേഴ്സ്, ഇൻഡിലേഷൻ കൗണ്ടേഴ്സ്, ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, ദെൻ ഐസോടോപ്പ് ഡൈല്യൂഷൻ മെത്തേഡ്സ്, ദെൻ ട്രേസർ ടെക്നിക്സ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോഗ്രാവിമെട്രി, കൂളമെട്രി, പൊളാരോഗ്രഫി, ആംപെറോമെട്രി, സൈക്ലിക് വോൾട്ടാമെട്രി, പൊട്ടാൻഷ്യോമെട്രി, കണ്ടക്ടോമെട്രി, ഈ പോർഷൻസ് എല്ലാമാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റേഷനും ഇപ്പൊ നടക്കുന്ന എക്സാംസിനെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പൊ നടക്കുന്ന മിക്ക പരീക്ഷകൾക്കും ഒരു 2-3 ചോദ്യം ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. നമ്മളെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന, അല്ലെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ് ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിൽ നിന്നും കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒട്ടുമിക്ക നമ്മൾ PGയിലൊക്കെ പഠിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഇൻസ്ട്രുമെന്റേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു 4ാമത്തെ മൊഡ്യൂൾ അവർ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ തെർമോഗ്രാവിമെട്രി ഉണ്ട്, ഡിഫറൻഷ്യൽ തെർമോഗ്രാവിമെട്രി ഉണ്ട്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ഉണ്ട്, ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ഉണ്ട്, സെം ഉണ്ട്, ടെം ഉണ്ട്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉണ്ട്, SGM ഉണ്ട്, പിന്നെ ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ്സ്, അതിൽ എല്ലാ ക്രൊമാറ്റോഗ്രഫി അത്യാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. TLC ഉണ്ട്, പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, കോളം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, HPLC ഉണ്ട്, ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. അത്യാവശ്യം എല്ലാ ക്രൊമാറ്റോഗ്രഫിയുടെ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ, IR, പിന്നെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ, ദെൻ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, പിന്നെ അത്യാവശ്യം നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെന്റേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സും അതുപോലെ നമ്മുടെ എന്താണ് റെക്കോർഡേഴ്സും സോഴ്സസും മോണോക്രോമാറ്റേഴ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റേഷൻ പാർട്ട് തന്നിട്ട് അവിടെ ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആര്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ പരീക്ഷകൾക്ക് കണ്ടുവരാറുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ടൈമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഏത് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നേന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട്. നോക്കിക്കേ, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, എല്ലാ സ്പെക്ട്രോസ്കോപ്പിയും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. റൊട്ടേഷണൽ, രാമൻ, UV, IR, NMR, മോസ്ബാർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഡസ് നോട്ട് ഷോ റൊട്ടേഷണൽ സ്പെക്ട്രം? നമുക്ക് എല്ലാവർക്കും അറിയാം പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളവരാണ് റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കുന്നത്. അപ്പൊ തന്നിട്ടുള്ളതിൽ H2 മാത്രമേ ഉള്ളൂ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത്. സോ H2 ആണ് കറക്റ്റ് ആൻസർ. ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് CO2. നിങ്ങൾ ഇപ്പൊ ഓൾറെഡി PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിമം 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ചോദ്യം, സെയിം ചോദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. കാർബൺ ഡയോക്സൈഡിന്റെ കേസിലുള്ള വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ എണ്ണം നമുക്കറിയാം, 3n - 5
എന്നത് ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ വൈബ്രേഷണൽ മോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. 3n-6 എന്ന് പറയുന്നത് നോൺ ലീനിയറിന്റെ കേസിലാണ്. അപ്പൊ CO2 ലീനിയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. 3n-5 ആണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്നും എല്ലാവർക്കും അറിയാം. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 എന്നുള്ള ആൻസർ കിട്ടും. ഇതും അത്യാവശ്യം ഒരു ബേസ് ലെവലിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയ ആൾക്ക് പോലും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഫോർ ഓർബിറ്റൽസ് വിത്ത് L നോട്ട് ഈക്വൽ ടു 0 ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ എനി റേഡിയൽ ഫംഗ്ഷൻ. നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് ആയിരുന്നു ചോദിച്ചത്. അത് നമുക്ക് അറിയാവുന്ന ചോദ്യമാണ്. എന്താണ്? n-l-1 ആണ് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അവിടെ n എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലെ. അത് നമുക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കൊണ്ടു പോകുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചുള്ള RT/√2π d²NaP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാവുന്ന ആൾക്കറിയാം. അവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് പ്രഷർ ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അത് ഇക്വേഷൻ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട്, കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഹാഫ് ലൈഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. എന്താ ചോദ്യം നോക്കിക്കേ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് when initial concentration is reduced to half. What is the order of a reaction? നമ്മുടെ ഒരു +2 ലെവലിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഡബിൾ ചെയ്യുന്നു എപ്പോഴാണ്? കോൺസെൻട്രേഷൻ ഹാഫ് ആവുന്ന ടൈം. എന്നിട്ട് ചോദിച്ചേക്കാണ് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്. നമുക്കറിയാം എവിടെയാണ് ഇൻവേഴ്സ് റിലേഷൻ വരുന്നത്? ടി ഹാഫും കോൺസെൻട്രേഷനും തമ്മിൽ. നമുക്കറിയാം സീറോ ഓർഡറിന്റെ കേസിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് ആണ്, ആൻഡ് സെക്കൻഡ് ഓർഡറിന്റെ കേസിലാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടി ഹാഫ് ഈക്വൽ ടു 1/K2A0 എന്നല്ലേ. അത് വെച്ചിട്ട് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നുള്ളത്. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദെൻ നെക്സ്റ്റ് ചോദ്യം നമുക്ക് pH ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. pH ഓഫ് ആൻ ആക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ ഈസ് ഈക്വൽ ടു 3 × 10⁻⁻3. അപ്പൊ ഇവിടെ നോക്കിക്കേ, H+ന്റെ കോൺസെൻട്രേഷൻ തന്നു, pH കണ്ടുപിടിക്കണം. നമുക്കറിയാം pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണെന്ന്. സോ അതും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ദെൻ വിച്ച് ഹൈഡ്രോകാർബൺ ഈസ് നോൺ ആസ് മാർഷ് ഗ്യാസ്. നമ്മുടെ ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതും എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. മീത്തൈനെ ജനറലി അറിയപ്പെടുന്നതാണ് മാർഷ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞ ഒരു 7 ചോദ്യങ്ങളോളം, ഈ 7 ചോദ്യങ്ങളും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 7 ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേണിലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ചൊരു ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ എബവ് ആവറേജ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന എല്ലാ കാറ്റഗറീസിലുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരു ചോദ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് പഠിച്ചെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സബ്ജക്ട് മാത്രമല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, 3 സബ്ജക്ട്സിന് ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് മാർക്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓരോ വിഷയവും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.